നമ്മുടെ പൂന്തോട്ടങ്ങളെ അതിമനോഹരമാക്കുന്നതിനായിട്ട് വളർത്താൻ പറ്റിയ, വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ഇലച്ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും വിശേഷങ്ങളുമാണെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരാണ് ഐറിസിൻ ഹെർബ്സ്, ബ്ലഡ് ലീഫ്, ചിക്കൻ കസാഡ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ചിക്കൻ്റെ ഒരു പാട്ട് പോലെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ, അതുകൊണ്ടായിരിക്കും ഇതിനെ ചിക്കൻ കസാഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആയാലും കെയറിങ് ആയാലും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടില്ലാതെ പ്ലാന്റിൽ നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ഭംഗിയും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പോട്ടിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം വെട്ടിയൊതുക്കി നിർത്തണം. വെട്ടിയൊതുക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്ലാന്റുകൾ പൊടിച്ചു വന്ന് ആ പോട്ടിൽ നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ ഇതുപോലെ നമ്മളെല്ലാം വെട്ടിയൊതുക്കി വെച്ച് കഴിഞ്ഞാൽ വേര് പിടിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. വെറുതെ ഒരു കമ്പൊടിച്ച് കുത്തിയാൽ പോലും വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ നല്ല വെയിലത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തണ്ടിനും ലീഫിനും ഒക്കെ നല്ല കളറുണ്ട്. ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കളറും ചേഞ്ചും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വെറൈറ്റീസ് വരുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഒരേ ഹൈറ്റ് ലെവൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പം നല്ല ബുഷിയായിട്ട് നടാനാണ് ഞാൻ പോകുന്നത് പോട്ടിൽ. പിന്നെ വെയിലത്താണെങ്കിൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം കേട്ടോ. തണലത്ത് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. പക്ഷേ തണലത്ത് വെച്ചാൽ അതിൻ്റെ നല്ല കളറ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ വെട്ടി ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് പറ്റിയ പോട്ട് മിക്സ് തയ്യാറാക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും ചേർന്ന മിക്സാണ് പോട്ട് മിക്സായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് നല്ലവണ്ണം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം പോട്ടിലേക്ക് നമുക്കങ്ങനെ കുത്തി ഇറക്കി വെച്ചു നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രൊപ്പഗേഷൻ കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വേര് പിടിച്ചതുപോലെ നല്ല ഭംഗിയിൽ നല്ല ഇതിലായിട്ട് വളരും. അധികം കെയറിങ് ഒന്നും ഇല്ലാത്തൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.